അപ്പോഴേ ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ സ്വാഗത പരിപാടിക്കുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കണേ. ഒരു ഇത്തിരി ഇറച്ചിക്കറി എടുത്തോ, 2 ഗ്ലാസും കുറച്ച് വെള്ളം. ട്രീസയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? അവിടെ നിൽക്കുക. എന്താ തന്റെ പേര്? നമ്മുടെയോ? വിജി സജി. അസലായുണ്ട്. താനിവിടെ ഇരിക്കുക. ഓ, ഇയാൾക്കിത് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നു. ആദ്യമായിട്ടാ ഇങ്ങനെ വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നോണയൊന്നും പറയണ്ട. അല്ല, ആളൊരു പാവാണേ. ആരെവിടെ പാവം അല്ലാത്തെ? താഴത്തെ എങ്ങടെ ചേക്കാ ജഗ്ഗും ഗ്ലാസ് എടുത്തുണ്ടോ? ഞങ്ങളെ ഇടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ കൂടുതൽ പതിവുണ്ടേ. നീ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് കിടന്നു ഇരിക്കണോ? കുട്ടിയെ, ഇപ്പൊ എന്തായി? സമ്മതിച്ചിരിക്കണം. ആ, നീ ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയാൻ വിളിച്ചടാ. ഉറങ്ങിയിട്ടുണ്ടാവും തിരുമേനി, ഇല്ലാന്ന് ഞാൻ. സോറി, ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ. എന്റെ ഭാര്യയാണ് ഇപ്പൊ അസലും ഉറക്കായിരിക്കും. അല്ല, ഇത് കേട്ടപ്പോ ട്രീസ കരുതും ഞാനൊരു സ്ഥിരം മദ്യപാനിയാണെന്ന്. അല്ലാട്ടോ, ഇല്ലത്തങ്ങടി ചെന്നാ ഈ വക സാധനങ്ങളെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരാളാ ഞാൻ. മാത്രമല്ല, മത്സ്യമാംസാദികൾ ഞാൻ കഴിക്കുമെന്ന് എന്റെ ഭാര്യ സ്വപ്നത്തിൽ പോലും കരുതാൻ ഇടം കൊടുത്തിട്ടില്ലേ. ഇതൊക്കെ നാട് വിട്ട് പോന്നാലേ ഉള്ളൂ. നാട് വന്നാ പിന്നെ നാണല്ല എന്നാ പ്രമാണം. ഇയാളിങ്ങനെ പൂച്ചയെപ്പോലെ ഇരിക്കുന്നൊന്നും കണക്കാക്കണ്ട. വിളഞ്ഞ വിത്താ ഒരു കുപ്പി ഒറ്റയ്ക്ക് വിഴുങ്ങും. വേണ്ടാന്ന് പറഞ്ഞ ഉടനെ കുഴപ്പമുണ്ടാകല്ലേ. അല്ലെങ്കിൽ മദ്യപാനം ഒരു കുറ്റല്ല. ഞങ്ങളുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ തന്നെ മദ്യപാനില്ലാത്തൊരു കുറവാന്നല്ല, ഇല്ല. അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടാവണല്ലോ. ബൈബിളിൽ മാത്രമല്ല, പുരാണത്തിലുണ്ട്. മദ്യപന്റെ സൈക്കോളജിയെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. കാകൻ, കൊക്ക്, ചെറുകിളി, ഹനുമാൻ, കുംഭകർണൻ, പിറ്റേന്ന് വിഭീഷണൻ. കാര്യം മനസ്സിലായോ? ഇല്ല. തനിക്കറിയോ? മദ്യപാനി ഷാപ്പിൽ കയറുമ്പോ കാക്കട സ്വഭാവ. ഓട്ടക്കണ്ണിട്ട് അങ്ങടും ഇങ്ങടും നോക്കി ചാടി ചാടി അകത്തേക്ക് ഒറ്റ കയറല. അകത്ത് കേറിയാ പിന്നെ കൊക്ക. അപ്പുറം ഇപ്പുറം നോക്കാതെ ഒറ്റ ഇരിപ്പിൽ ഒറ്റ പിടിപ്പിക്കല. അവനകത്ത് ചെന്നാ പിന്നെ ചെറുകളിയായി കലവര. ഈ വർത്താനം പറച്ചിലും കപ്പലണ്ടി തീറ്റയും അടുത്ത പടി ചാട്ട. ഷാപ്പിൽ കാണുന്നവരോടൊക്കെ ഹലോ ഹലോ ഹനുമാൻ, പിന്നെ കുംഭകർണൻ. കൂർക്കം വലിച്ച ഒറ്റ ഉറക്കം. പിറ്റേന്ന് കുറ്റബോധായി. വേണ്ടിയിരുന്നില്ല വിഭീഷണൻ. കലക്കി. ഇതാണോ വാകാരുടെങ്കിലും ആവട്ടെ. ശ്ലോകം എങ്ങനെയുണ്ട്? സൂപ്പർ. റീസക്ക് ഇതൊന്നും അത്രയ്ക്ക് രസിക്കില്ലേ തോന്നുന്നു. നിർത്തി. ഞങ്ങൾ നിർത്തി. ഞാൻ അറിഞ്ഞ സന്തോഷപൂർവ്വം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദിയുണ്ട്. അല്ല, നീയിപ്പോ ഈ കണ്ടീഷനിൽ പോണോ? അയ്യോ, പോണം. എന്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല. ഗുഡ് നൈറ്റ് ബോത്ത് ഓഫ് യു. സമയം എന്തായി? 9 ആകാറായി. എന്റെ ഭഗവാനെ, ഇന്നാ മുതലാളുടെ വക പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും. താനെന്ത് പണി ചെയ്ത്? കുറച്ചും കൂടി നേരത്തെ വിളിക്കായിരുന്നില്ലേ? അതുകൊള്ള. എത്ര നേരമായിട്ട് വിളിക്കുന്നതാ? അബദ്ധായി. ട്രീസ വേറൊന്നും വിചാരിക്കരുത്. ഇവിടുത്തെ ഈ ബോറൽ ലൈഫില് ഇതൊക്കെ ഉള്ള ഒരു റിലീഫേ. എന്നാലും ഇന്നലത്തിന് കൂടിപ്പോയി. വേണ്ടായിരുന്നു. ചായയോ? അല്ല, ഞാൻ ഇന്നലത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാണേ. ഇനിയിപ്പോ വിഭീഷണനാവണ്ട. വിഭീഷണനോ? ഇന്നലത്തെ ശ്ലോകേ കാകൻ, കൊക്ക്, ചെറുകിളി. അതൊക്കെ ഞാൻ ഇന്നലോടെ വിളമ്പിയോ? ഈ കുട്ടിക്ക് ബോറടിച്ചുണ്ടാവും. സാരല്ലേ, ചായ കുടിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വരയ്ക്കാൻ പഠിപ്പിക്കോ? മോക്ക് ചേച്ചി കോലിടുന്ന അച്ഛൻ മേടിച്ചേരാട്ടോ. കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? എന്റെ അപ്പനും നല്ല ബെൽത്തൂരൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ? 2 കൊണ്ടാട്ടി ഇരിക്കണം താനേ ഭാഗ്യവാൻ. അപ്പൊ ഇടയ്ക്ക് വരാം.
ചിരിക്കൊരു പ്രസാദമില്ലല്ലോ, വരണ്ടതാവൂലേ? വരട്ടെ മക്കളെ. കവരി, എനിക്ക് ദേഷ്യം അയാളോട്. ആ, ഇയാളെ അണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ വരുന്നത്. അണ്ണൻ ഇങ്ങനെ എന്നും കുടിക്കാറുണ്ടോ? ഏയ്, ഈ തിരുമേനി വരുമ്പോഴേ ഉള്ളൂ. അന്നൊരു പൊടി പൂരായിരിക്കും. ഞാൻ വഴക്ക് പറയും. നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസം? ഒരുമിച്ചോ? ആ, ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്ന് അൻപക്കൊന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. ചിന്ന വീടോ? ആ, രണ്ടാം ഭാര്യമാരെ അങ്ങനെയാ വിളിക്കുക. ഇവിടെ മുരുക ഭഗവാന് തന്നെ 2 ഭാര്യമാരാ, വള്ളിയും ദേവിയാനിയും. അപ്പൊ നിന്റെ അമ്മയൊന്നും പറയില്ലേ? പറഞ്ഞിട്ടെന്തിനാ, അപ്പന്റെ ഇഷ്ടല്ലേ. ബാലൻസ് ഉണ്ടെങ്കിൽ വെച്ചിരുന്നാ പോതും. ഞാൻ അപ്പുറം വന്ന് വാങ്ങിக்கலாம். നീ എങ്ങടെ പോற? கொஞ்சம் வேலை இருக்கண்ணா. சரி. குழந்தைக்கு என்ன பால் எடுக்கணுமா? വേണങ്ക. ആളിവിടെ ഇല്ല, കാലത്തെ വ്യാപാരത്തിന് പോയതാ. ഞാൻ മുത്തുനെ കാണാൻ വന്നതൊന്നുമല്ല. പിന്നെ എന്നെ കാണാൻ വന്നതാ? പോ മാമ. നിനക്ക് നാണിക്കാനൊക്കെ അറിയാലോ. ആര് എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരുവേ. ഓ, എന്നാ അവിടെ ഇരിക്കുക. നല്ല മധുരോട്ടൊരു ചായ തരാം, അത് കുടിച്ചിട്ട് പോവാ. ആ, ഓ എത്തിയില്ലോ. 100 ആയിഷ. മുത്തോ, കുറച്ച് തിരക്കുണ്ട് മാമ. ടിഫിൻ കഴിച്ചിട്ട് പോകുമനെ. മാർക്കറ്റിൽ ലേലം തുടങ്ങാൻ സമയമായി. ഒന്ന് ഇറങ്ങിയിട്ട് പോടാ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ പറ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും മേടിക്കാനില്ല. നേരത്തും കാലത്തും ടിഫിൻ ചാപ്പിട്ടില്ലെങ്കിൽ കൂമ്പ് വാടിപ്പോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വാ, നമ്മുടെ സൗകര്യം നോക്കി കടച്ചെന്നല്ലേ ജോസൻ തന്നെ ഓടിക്കും. എന്നാ പിന്നെ ടിഫിൻ കഴിച്ചിട്ട് പോ. നിനക്ക് ജോലി തിരക്കല്ലേ, നീ പൊക്കോ. അതാ നല്ലത്. അല്ല, കഴിച്ചിട്ട് പോ. മാമൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട. അങ്ങനെ വലിയ ബഹുമാനം ഒന്നും വേണ്ട. അല്ല, സമയത്തിന് ആരും കഴിച്ചില്ലെങ്കിൽ ഈ കൂമ്പ്. സൈക്കിൾ വെച്ചിട്ട് പോ, എനിക്ക് തിരക്കുണ്ട്. കാവേരി, വിജയ്, നീ ഓടി വീഴണ്ട. കാവേരി മതി, മോൻ പേടിക്കും. മക്കളെ വീഴ്ച നിന്റെ തോലുരിക്കും ഞാൻ. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? ഒറ്റയ്ക്കിരുന്ന് മടുത്ത് കാണുമല്ലേ? ഏയ്, മക്കളുള്ളോണ്ട് നേരം പോണ അറിയില്ല. തലയിൽ എന്തെണ്ണ തേക്കണേ? നല്ല മണമുണ്ടല്ലോ. ചെറുനാരങ്ങയിലും ചെമ്പരത്തിയും കൂടി ഇട്ട് കാച്ചുന്ന എണ്ണയാ. ആ, ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോ സൂക്ഷിക്കണം. പുഴയിൽ തന്നെയല്ലേ, വെള്ളത്തിന് കട്ടി കൂടുതലാ. തലമുടിയൊക്കെ ചകിരിനാര് പോലെ ആവും. പോരാത്തിന് സുഖമില്ലാത്ത ആളാണല്ലോ. കാവേരി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എപ്പോ ഇരിക്കുമോ? ഇല്ല, തണുപ്പ് അധികം ആവുമ്പോഴേ ഉള്ളൂ. ആ, അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ തണ്ണി തലയിൽ ഒഴിച്ചാൽ എനിക്ക് അപ്പ തുടങ്ങും ഇരുമല്. രാമേട്ടന് ഒരു കുഴപ്പമില്ല. ശരിക്കും കുഴമ്പ് തേച്ച് ചൂട് തന്നെയില്ല കുളിക്കുക. ആ കുഴമ്പിന് നല്ല മണാട്ടോ. മറ്റവരോടെ പോയി? ആര്? ആ ചക്കളത്തിയാ? അവള് കാലയിലെ കൂടെ കൊണ്ട് ഇറങ്ങുമല്ലോ ആണുങ്ങളെ കണ്ണറിഞ്ഞ് വീഴ്ത്താൻ. കൂടോത്രക്കാരിയാ. കൂടുവത്രോ? ആ, വേറൊരു പെണ്ണിന്റെ മുഖത്ത് കണ്ണെടുത്ത് പാക്കാത്ത ആളായിരുന്നു എന്റെ രാമേട്ടൻ. അവള് കൈവശം കൊടുത്തതാ. അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. എനിക്ക് വിശ്വാസമാ. ജഡസ്വാമിയുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയപ്പോ കണ്ടതാ. പരിപ്പുവടയിലാ കൊടുത്തേക്കണേ. നമ്മുടെ ഒന്നും നാട്ടിലെ പോലെ അല്ല ഇവിടെ. പെരിയ കൂടോത്രക്കാരുണ്ട്. എത്ര അൻപായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് മാറ്റിക്കളി. നമ്മളെ പാക്കറത് കൂടെ അവർക്ക് വെറുപ്പാവും. എന്റെ അനുഭവം ഞാൻ ഈ പറയുന്നേ. എന്താ ശവം കൊണ്ടുപോണതാ. ശവോ? ആ കസേരയിൽ ഇരിക്കുന്ന ചത്താളാ. എന്നിട്ടെന്താ ചെണ്ടോട്ടും ഡാൻസും ഒക്കെ ആയിട്ട്? ഇവിടെ ഇപ്പിടിത്താ. ചത്താലും പറഞ്ഞാലും ഒക്കെ കൊട്ടും പാട്ടുവാ. കാവേരി, ദാ അപ്പാവെ കൊണ്ടുവന്നാച്ച് കുതിര അടിച്ചു വിട്ട്. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ തനിയെ നടന്നോളാം.
ഇങ്ങനെ നടക്കാൻ എനിക്കൊരു പട്ടിയുടെ സഹായവും വേണ്ട. എവിടുന്നാ കിട്ടിയത്? പിഞ്ചിനടുത്ത് സ്വാമിമാരിക്കും പറയുന്ന. മോനും അടുത്തിട്ടുണ്ടാവില്ലേ? ഏയ് അങ്ങനൊന്നും കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്റെ അച്ഛനാണിങ്ങനെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവരണ്ടേ. മുത്തു, ഈ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. വേണ്ട, എന്നെ കൊണ്ട് ബെൽറ്റ് അഴിപ്പിക്കണ്ട. എസ് ഐ തന്നെ ஐஜி வந்தா என்ன ஒன்றும் பண்ண முடியாது. ഈ രാമയ്യന്റെ 17 വന്ന് എவ்வளவு വർഷം ആച്ചത് தெரியுமாடி? മോൻ എന്തെങ്കിലും കഴിച്ചോ? കഞ്ഞി വെച്ച് മാമൻ കാത്തിരിപ്പുണ്ടാവും. രാമയ്യൻ ആര്? ഈ ഏരിയയിൽ നമ്മുടെ ജാതിക്കാരില്ലേ? പിന്നെ കംപ്ലീറ്റ് നമ്മുടെ ജാതിക്കാരല്ലേ? ആണോ? ആ മനുഷ്യന്മാര്. ഞാൻ അതല്ല ചോദിച്ചത്. നിനക്കെന്താ ഇവിടെ വല്ല പള്ളിയും പണിയുള്ള ഉദ്ദേശമുണ്ടോ? ഓ, വെറുതെ ചോദിച്ചതാണേ. ആ ഇതും കൂടെ. ഒരു സാധനം കഴിക്കില്ല ചെക്കൻ. കോംപ്ലാ മേടിക്കാഞ്ഞിട്ട് എന്തൊരു കരച്ചിലായിരുന്നു. എന്നിട്ട് കുടിച്ചില്ലേ? ആ, എവിടുന്ന്? വെറുതെ ചുണ്ടത്ത് മുട്ടിച്ചിട്ട് വെച്ചോണ്ട് പോയി. ആ എന്നിട്ട് ഞാനാ കുടിച്ചാ. ആണോ? അയ്യേ മോശം. അപ്പുറത്തെ രാമയ്യന്റെ കലാപരിപാടി തുടങ്ങിയെന്നാ തോന്നുന്നത്. 2 ഭാര്യമാരുണ്ടായ ഇങ്ങനെയൊക്കെയാ. ഏയ് അതുകൊണ്ടൊന്നുമല്ല. അയാൾ അല്ലേലും അങ്ങനെയാ. എന്നെ പോലൊരു പാവത്തിനെ കിട്ടിയത് നിന്റെയൊക്കെ ഭാഗ്യം. അത്ര പാവമൊന്നുമല്ല. ഉം. ആ നമ്പൂതിരിയോടെ കൂടിയപ്പോ എന്തായിരുന്നു മേളം? ഞാനോ? അല്ല, ഞാൻ. അത് പിന്നെ അയാളെ സന്തോഷിപ്പിക്കാൻ വെറുതെ ഒരു സ്മോള്. സ്മോള് കാവേരി അല്ലേ അത്? നീ ആ കഥ പറഞ്ഞോട്. അവിടെ രാമയ്യൻ ബെൽറ്റൂരി കാണും. എന്താ കാവേരി? ഇങ്ങോട്ട് പാടി. വാ. എന്താ പ്രശ്നം? അയാൾക്ക് വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമല്ലോ വേണം. ചേച്ചിനപ്പം തല്ലിയോ? അയ്യോ ഇന്ന് പോകാതെ. ഇന്ന് പോണ്ട, ഇവിടെ കിടന്നാ മതി. നീ ഒക്കെ ചോറ് കൊടു. വേണ്ടെണ്ണ, കഴിച്ചോടിക്കണേ. ഞാൻ കഴിച്ചു. ചേച്ചിനെ ഞങ്ങളെ കൂടെ കറന്നോട്ടോ. സാർ ആദ്യം എഴുന്നേറ്റ് മോൻ കഴിയട്ടെ. ഇടി അവന്റെ മോൻ ഒന്ന് കഴിക്കും. എന്നിട്ട് മോൻ കഴിയിട്ട് നീ കിടന്നോ കേട്ടോ. ഇതിവിടെ സ്ഥിരം പതിവാ. വെള്ളം അടിച്ചിട്ട് വന്നാ രാമയ്യൻ ഇത് തന്നെയാ പണി. അവള് മിക്കപ്പോഴും ഇവിടെ കിടപ്പ്. കഴിക്കേ. കുട്ടിയെ എന്താ ഒരു ആലോചന? അല്ല, നമ്മുടെ അമ്മയെ പോലെ രമ്മ രാമയ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വക പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ? ചിലപ്പോ നമ്മൾ പളനിയിലേക്ക് പോരാനെടുത്ത കള്ളക്കളി മുഴുവൻ ഇപ്പൊ അവിടെ അറിഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, എങ്കിൽ തിരിച്ചെല്ലുമ്പോ ഒരു അംഗം നടക്കും. ദേ, അങ്ങനെങ്ങാനും ആണെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചു പോവാൻ. പേടിക്കാതിരിക്കേ. എന്തായാലും തിരിച്ചു പോകുമ്പോ പള്ളിയിൽ പോകാൻ കവണിയും ചട്ടയ്ക്കുള്ള ഒരു ജോഡി തുണി എടുത്തോണ്ട് പോവാം. ഒരു കമ്പിളിപ്പതപ്പം മേടിക്കണം. ഉം. ആ, പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഉം. എന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ എന്തിനാ കാവ്യരോട് പറയാൻ പോയേ? അതിനിപ്പോ എന്താ, നമ്മുടെ വീട്ടിലെ പശുക്കിടാവിന്റെ വിശേഷം വരെ അവക്കറിയാം. കടയിൽ ചരക്ക് വരാത്ത ദിവസം ചിലപ്പോ നേരത്തെ ഞാനിങ്ങി പോരും. ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ അവള് വന്ന് ഓരോന്ന് കിള്ളി കിള്ളി ചോദിക്കും. അങ്ങോട്ട്